90+ മൈ ട്യൂഷൻ ആപ്പിൽ ഫോക്കസ് ഏരിയ മെറ്റീരിയൽസ് ഉപയോഗിച്ച് പഠിക്കൂ. നേടൂ ബോർഡ് എക്സാമിന് 90+ മാർക്സ്. Welcome to Xylem MBBS Mobile Entrance App presents Quad Flow Cleaner. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും. വിഷു എന്തോ പുതിയൊരു എപ്പിസോഡിൽ ഞങ്ങൾ എല്ലാവരും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പൊ നമ്മളുടെ യൂഷ്വൽ റൗണ്ടിൽ തന്നെ തുടങ്ങാം. ഏതാണ് നമ്മൾ എപ്പോഴും തുടങ്ങുന്ന റൗണ്ട്? രഞ്ജിനി, എനിക്ക് ഈ പരിപാടിയെ കുറിച്ചല്ല അറിയുന്നത്. ഞാനിപ്പോ ചോദിക്കുന്നത്, പല ആൾക്കാരും നമ്മളെ കാണുമ്പോൾ അല്ലെങ്കിൽ പലരും പറയുന്നത് രഞ്ജിനിയുടെ സാരി വളരെ നന്നായിരിക്കുന്നു, രഞ്ജിനിയുടെ മേക്ക് ഓവർ ചില ദിവസം അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു. ഇത് എന്താണ് ഇതിന്റെ രഹസ്യം? സാരി എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പെട്ടു. അപ്പൊ ഈ സാരിയിൽ എങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ കൊണ്ടുവരാമെന്ന് ഞാൻ ഓരോരോ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്തും പിന്നെ നമ്മുടെ സ്പോൺസേഴ്സായ കുറേ ആൾക്കാരുണ്ട്. അവർ സാരി തരുന്നു, ഞാനത് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. കുറച്ച് ജ്വല്ലറി സാരി സ്പോൺസേഴ്സ് തരുന്നു, അത് വാങ്ങിച്ചുകൊണ്ട് വരുന്നു. പിന്നെ എൻ്റെ നല്ലൊരു മേക്കപ്പ് ടീമും സ്റ്റൈലിംഗ് ടീമും ഞാനും കൂടെ ഒരുമിച്ച് ഞാനും എന്റെ ആളും ആ 40 പേര് എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി വരുന്നത്. വല്ല ജീൻസ് ഒക്കെ ഇട്ട് വരാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വന്നേനെ. പക്ഷെ സാരി ബട്ട് ഇറ്റ്സ് നൈസ്, ഒരു ചേഞ്ച് ആയിക്കോട്ടെ. എക്സ്ചേഞ്ച് ഓഫർ ആണ് നമ്മളുടെ ആദ്യത്തെ കപ്പിൾ. അനൂപേ വരുക, ഷെർജയ്ക്ക് നമുക്ക് ഡ്രസ്സ് മാറാൻ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാം അല്ലെ, പുറത്തു പോകുമ്പോ. നിങ്ങൾ രണ്ടുപേരുമാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ഷെർജ പൊതുവെ കുറച്ച് വീട്ടിലെങ്ങനെയാ വഴക്കിടുമ്പോ ഒക്കെ നന്നായി ഒച്ചത്തി വഴക്കിടുവോ? ഒച്ചത്തി വഴക്കിടാറുണ്ട്. ഓക്കെ, ഷെർജ ഈ റൗണ്ട് കളിക്കണമെങ്കിൽ ഷെർജ ഒച്ചത്തിൽ സംസാരിക്കണം, അത് ഗ്യാരണ്ടിയാണ്. സംസാരിക്കോ? സംസാരിക്കാം. ഇത്രയെങ്കിലും വേണം കേട്ടാ. ഷെർജയുടെ അമ്മായിയമ്മ പക്ഷെ പറയുന്നത് ഭയങ്കര ഒച്ചയല്ല സംസാരിക്കുന്നതൊക്കെയാണ്. പക്ഷെ ഞങ്ങള് കണ്ടിട്ടില്ല, നമുക്കതൊന്ന് കാണണം. ഇവിടെ ദേഷ്യമൊക്കെ കാണിക്കണമല്ലോ അല്ലെ? ഇന്നറിയാം, കാര്യം അറിയാം. അനൂപിന് ഭയങ്കര സെൻസിറ്റീവാ. ഷെർജ ചോദിക്കുമ്പോ കരയരുത്. സിറ്റുവേഷൻ ഇത്രേ ഉള്ളൂ വഴക്കിടാനുള്ളത്. അനൂപിന്റെ മുതുമുത്തച്ഛൻ മുത്തച്ഛന് കൊടുത്ത, മുത്തച്ഛൻ അച്ഛന് കൊടുത്ത, അച്ഛൻ സ്നേഹത്തോടെ അനൂപിന് തന്ന് അനൂപ് പൊന്നുപോലെ നോക്കുന്ന ഒരു പഴയ ലുങ്കി ഉണ്ടായിരുന്നു. ഈ പഴയ ലുങ്കി പഴയതല്ലേന്ന് ഓർത്ത് ചെറുചെടുത്ത് കീറി നിലം തുടങ്ങി. വരുമ്പോ ലുങ്കി കീറി 2 കൈക്കൽ തുള്ളിയായിട്ട് അടുക്കളയിലേക്ക് എടുത്തു, 2 നിലവും തുടച്ചു, 1 സൈക്കിൾ ഉടയ്ക്കാൻ പുറത്തും വെച്ചു. ഏത് ലുങ്കിയാ? പാരമ്പര്യ ലുങ്കി. അതാണ് ദേഷ്യത്തിന്റെ കാര്യം. റൊമാൻസ് എന്ന് പറയുന്നത് കുടിയനായിരുന്നു അനൂപ്. ഒരു ഡിസംബർ 31 രാത്രി ഷെർജയുടെ തലയെ കൈവച്ചിട്ട് പറഞ്ഞു, നാളെ മുതൽ ഞാൻ കുടിക്കില്ല. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ജിമ്മിൽ പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ കള്ളു കുടിക്കാതെ പുതിയ മനുഷ്യൻ, എല്ലാ 1-ാം തീയതി ഉണ്ടാകുന്ന പുതിയ മനുഷ്യനുണ്ടല്ലോ, ആ പുതിയ മനുഷ്യനായിട്ട് രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം 1 ഗ്ലാസ് പാലും 2 മുട്ടയുടെ വെള്ളയും കൂടെ സ്നേഹത്തോടെ കൊടുക്കണം. അവിടെയാണ് റൊമാൻസ്. പുതിയ ആളെ കിട്ടിയിരിക്കുകയാണ് കേട്ടോ. ചെന്നോളൂ. ബൈ, എൻജോയ് യുവർ സിറ്റുവേഷൻ. പൊതുവെ നമ്മൾ എന്ത് പറഞ്ഞാലും ഈ കൂട്ടത്തിൽ കൗണ്ടർ പറയുന്ന ഒരാളുണ്ടല്ലോ, ജിൻസൺ. ഇന്ന് വലിയ എനർജി ഒന്നും ഇല്ലാതെ അവിടെ കുറച്ച് ഇങ്ങനെ ചുളുങ്ങി കുത്തിയിരിക്കുന്ന. കഴിഞ്ഞ 3 കൗണ്ടറുകൾ ഐസിയുല ഇപ്പോഴും എന്ത് ചെയ്യണം തീരുമാനിച്ചിട്ടില്ല. അപ്പൊ പുള്ളി ആലോചിച്ചോണ്ടിരിക്കുക, ഇനി മുന്നോട്ട് പോണോ വേണ്ടയോ. കൗണ്ടർ പറയുക അല്ലെങ്കിലും മറ്റെന്തോ ജിൻസിന് പറയാനുണ്ട് അല്ലേ? ബാ, നമുക്ക് പറയാം. അതിനു വേണ്ടി കുട്ടപ്പനായിട്ടാ വന്നിരിക്കുന്നത്. ചത്ത് കിടന്നാലും ചമഞ്ഞു കിടക്കണമെന്നാണ്. അതെ, ഇവിടെ എന്താണ് പറയാൻ വന്നിരിക്കുന്നത്? വല്ല രഹസ്യമാണോ? ഇതൊരു ആർക്കും അറിയാത്ത കാര്യമാണോ? ഇതൊരു ചെറിയ രഹസ്യമാണ്. ആർക്കറിയാത്ത രഹസ്യം? രേഷ്മ കഴിഞ്ഞ 9 കൊല്ലമായിട്ട് അറിയാത്തൊരു രഹസ്യം. കല്യാണത്തിന് മുമ്പ് നടന്നിട്ടും ഇതുവരെ അറിയാൻ പറ്റാതെ. വെരി ഗുഡ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജിൻസൺ ഇത്രയും നാളുമായി ഭാര്യ എടുത്ത് പറയാത്ത, ഭാര്യയ്ക്ക് അറിയാത്ത ഒരു കാര്യമാണ് ഇവിടെ വിവാഹപൂർവ്വം നടന്ന സംഭവം. വിവാഹത്തിന് മുമ്പ് നടന്ന സംഭവം. ഇവിടെ എപ്പോ ആൾക്കാർ വന്ന് രഹസ്യം പരസ്യമാക്കിയിട്ടുണ്ടോ പൊട്ടിത്തെറിച്ചിട്ടേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോട്ടെ. അവിടെ പോയി. ഞാൻ പറഞ്ഞ പോലെ അവള് ഭയങ്കര പാവമാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും അവള് ആ ഒരു സെൻസിലെടുക്കും എന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്റെ കഥ തുടങ്ങട്ടെ. അപ്പോൾ ഇത് നടക്കുന്നത് ഒരു 9 വർഷങ്ങൾക്ക് മുമ്പ്, 9-9.5 വർഷങ്ങൾക്ക് മുമ്പ് ബാംഗ്ലൂരാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കല്യാണം, ഞാൻ പുള്ളിക്കാരെ ഇഷ്ടമെന്ന് പറഞ്ഞു, ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. പിന്നെ 1 വർഷത്തെ ഒരു പീരീഡ് ഉണ്ടായിരുന്നു. നമ്മളെല്ലാം ഫ്രണ്ട്സ്, 5 പേര് ഫ്രണ്ട്സായിട്ട് ഭയങ്കര അടിച്ചുപൊളിയും കാര്യങ്ങളുമായിരുന്നു. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമാണ്. അപ്പോൾ ഇഷ്ടമല്ല എന്ന് കേട്ടിരിക്കുന്ന ഒരു മനോനില തകർന്ന ഒരു പാവം മനുഷ്യ ഒരു അവസ്ഥയായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പോൾ കൂടെയുള്ള വേറെ 2 പെൺപിള്ളേരും ഉണ്ട്, ഒരു പയ്യനുണ്ട്. ഞങ്ങൾ 2 ആൺപിള്ളേരും 3 പെൺപിള്ളേരുമാണ്. അപ്പോൾ അതങ്ങനെ ഞങ്ങൾ ഒരു 4-5 മാസം ഇങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ കൂടെയുള്ള ഒരു കുട്ടിയുടെ ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സ് ആണോ ബാക്കിയുള്ളവര്? അതെ, ഞങ്ങൾ രണ്ടുപേരും വേറെ. നിങ്ങൾ രണ്ടുപേരും ഉണ്ട്? ഞങ്ങൾ രണ്ടുപേരും വേറെ 3 പേരും ഉണ്ട്. അതിനകത്ത് 2 പെൺപിള്ളേരുമായിരുന്നു. അതിനകത്ത്
രണ്ട് പിള്ളേരുണ്ട്. അതിനകത്ത് ഒരു പെൺകുട്ടി ക്രിസ്ത്യനും ഞാനും ക്രിസ്ത്യൻ. അങ്ങനെ ഓ കഥയുടെ റൂട്ട് മനസ്സിലായി. അമ്മ ഇരിക്കുന്ന ചിരിക്കുന്ന അവിഹിതം എന്ന് പറഞ്ഞു അവിടുന്ന് പോരട്ടെ. അപ്പോൾ നമ്മൾ 5-6 മാസമായിട്ട് ഇവിടെ ഭാഗത്തൊന്നും അനക്കമൊന്നുമില്ല, ഒരു മൈൻഡും ഇല്ല. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മറ്റേ കൊച്ചിന് എന്നെ ചെറിയൊരു അങ്ങനെ ബാഹ്യമായ നോട്ടങ്ങളൊന്നും ഇല്ലെങ്കിലും അന്തർധാരയിൽ ചെറിയ ചെറിയ അടുപ്പങ്ങൾ കണ്ടു തുടങ്ങി. അപ്പോൾ എനിക്കത് മനസ്സിലായി, പക്ഷെ ഞാനത് എക്സ്പ്രസ് ചെയ്തില്ല. ഒരു ദിവസം ആ കൊച്ച് എൻ്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ കല്യാണ ആലോചനയുണ്ട്, അപ്പോൾ നിനക്ക് താല്പര്യമുണ്ടോ കെട്ടാനെന്ന് ചോദിച്ചു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇങ്ങോട്ട് ഇഷ്ടമെന്ന് പറയുന്നത്. മറ്റേത് പലതും നമ്മൾ പറഞ്ഞ ആൾ. അപ്പോൾ അതിൻ്റെ ഒന്ന്. അപ്പം ഞാൻ അറിയാതെ എന്തോ ഒരു വികാരത്തിൽ പറഞ്ഞു, പിന്നെന്താ നിങ്ങളുടെ വീട്ടിൽ നിന്ന് വിളിക്കാൻ പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ രണ്ടുണ്ട്, ഇത് തമാശയാണെങ്കിൽ അങ്ങനെ അങ്ങ് പോട്ടെ, ഇനിയും നമുക്ക് ഇതിനുള്ള സമയമില്ലല്ലോ, അപ്പോൾ കല്യാണം ആണെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പിന്നെന്താ വീട്ടിൽ നിന്ന് വിളിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചില്ല ഇത് അങ്ങനെ ഒരു റൂട്ടിലേക്ക് ഇത് പോകുമെന്ന്. അപ്പോൾ പിറ്റേ ദിവസം എനിക്കൊരു കോള് വന്നു, ഇന്നാളുടെ ഫാദറാണ്, അപ്പനാണ്, നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അപ്പോൾ ഞാൻ എന്താ വിട്ട് ഞങ്ങൾ തമ്മിൽ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് താല്പര്യമുണ്ട്, വീട്ടിലെ നമ്പറൊക്കെ തരൂ, ഞാൻ വിളിച്ച് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ മന്നായിട്ട് പറഞ്ഞിട്ട് വെച്ചു. നമ്പർ കൊടുത്തില്ല, ഞാൻ ഏൽപ്പിച്ചേക്കാന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചു. അപ്പോൾ അന്ന് പോയിട്ട് എൻ്റെ മനസ്സിൽ വീണ്ടും ചിന്തകളുടെ ഒരു തിരയാട്ടം, ഇങ്ങനെ തിരമാലകൾ അടിച്ചു തുടങ്ങി. 2 സൈഡിലായിട്ട് എൻ്റെ മനസ്സിങ്ങനെ ഓടുകയാണ്. ഇതിപ്പം ഇതാണെങ്കിൽ ഒരാൾ പറഞ്ഞു നമുക്ക് കല്യാണം നടക്കാം, കല്യാണത്തിൻ്റെ സന്തോഷങ്ങൾ, ആ രസങ്ങൾ, വീഡിയോഗ്രാഫി, അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നു. മറ്റേ സൈഡിൽ ഇവളോടുള്ള ഇഷ്ടം, ഇവളെന്തെങ്കിലും പറയുന്നുള്ളൊരു ആഗ്രഹം മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുറേ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞപ്പോഴും അപ്പോൾ മറ്റേ കൊച്ചി ഇതെല്ലാമായിട്ട് മുന്നോട്ട് ഇങ്ങനെ പോകുന്ന ഒരു രീതിയിലാണ്. ഒരു ദിവസം ഉണ്ടായിരുന്നു, ആ ദിവസം എല്ലാം അവൾ ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആയിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡേ 2ാമത്തെ ദിവസം ആയപ്പോഴത്തേനും എനിക്ക് ഇത് പറ്റില്ല, ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ മറ്റേ സൈഡിൽ നിന്നുള്ളൊരു വലിയ വന്നു. ഞാൻ എന്നിട്ട് അവളോട് വിളിച്ചു പറഞ്ഞു, ഒരു ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു 6-7 ആയപ്പോൾ ഇവള് പോയി, ഇവള് വണ്ടി കയറി പോയപ്പോൾ ഞാൻ അവളോട് ഇതുപോലെ പറഞ്ഞു, ഇതാണ് സംഭവം, എനിക്ക് ഇപ്പം ഞാൻ നിന്നെ കല്യാണം കഴിച്ചാലും ചിലപ്പം പെട്ടെന്നൊന്നും അങ്ങനെ ഒന്നും കാണാൻ പറ്റില്ല, എനിക്ക് അവളോടാണ് ഇപ്പോഴും ഇഷ്ടം. അപ്പോൾ അത് അവൾക്കും അറിയാമെന്ന് ഇഷ്ടമാണെന്നൊക്കെയല്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇല്ലയെന്ന് ഞാൻ വിചാരിച്ചു, എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ വീട്ടുകാരോടും പറയണമെന്ന് പറഞ്ഞു. പിന്നെ അവൾ ഭയങ്കര മാനിയായിരുന്നു, ഒന്നും പറഞ്ഞില്ല, തെറിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ അവരുടെ വീട്ടുകാർ ഒരു നാണം കെട്ട അവസ്ഥയിലായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു പെങ്കൊച്ച് വിളിച്ചൊരു പൂരത്തെറി, നീ നിനക്കിത് നേരത്തെ പറഞ്ഞോളൂ മറ്റേ എല്ലാ മാടയല്ല കോടയല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടെ അനിയത്തി അത്ര മാനിയല്ലായിരുന്നു. അല്ല ഈ ചേച്ചീനെ തേച്ചതുകൊണ്ടല്ലേ? പക്ഷെ തേച്ചല്ല, അയ്യോ ആഗ്രഹം കൊടുത്തിട്ട് പിന്നെ വേണ്ടാന്ന് നീ തന്നെ. അപ്പോൾ അങ്ങനെ കുറെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ 5-6 മാസം കഴിഞ്ഞ പിന്നെ ഇവള് മനസ്സ് മാറി. രേഷ്മയ്ക്ക് ഇതൊന്നും അറിയില്ല. ഇത് അറിഞ്ഞിട്ടാണോ അവള് മനസ്സ് മാറിയെന്ന് എനിക്ക് എപ്പോഴും സംശയമുണ്ട്. ഇല്ല, അറിയില്ല. അല്ല അപ്പൊ ഈ മറ്റേ കുട്ടിയുടെ ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആ കുട്ടിയുടെ ഫീലിങ്സ് ഒന്നും നോക്കിയില്ല ജിൻസൺ? അല്ല, എനിക്ക് അത് ഞാൻ ആദ്യം തമാശയല്ല, ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഞാൻ അന്നേരം ഒരു പെണ്ണിന്റെ ജീവിതത്തിൽ ഒരു കല്യാണ ആലോചന എന്നൊക്കെ പറയുമ്പം ഒരു വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞ് അച്ഛൻ ഫോൺ വിളിക്കുന്നൊക്കെ പറയുമ്പോ വീട്ടുകാർക്ക് വലിയ സ്റ്റെപ്പാ അല്ല. എന്നിട്ട് എന്ത് ഞാൻ അന്നേരം ആവേശത്തിൽ ഒരു അല്പം കൗതുകം കൂടിപ്പോയി. എന്തിനോടുള്ള കൗതുകം? കല്യാണത്തോട്. കല്യാണത്തിൽ എന്താണ് ഇത്ര കൗതുകമായി ഇരിക്കുന്നതെന്നൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാം. അത് പിന്നെ മനസ്സിലായി, ഒന്നുമില്ല. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവളോട് പറയണമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് അവിടെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ അവിടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് താമസിക്കാൻ വന്നു. അപ്പോൾ പുള്ളിക്കാരി ഞങ്ങളോടൊക്കെ വന്ന് താമസിക്കാമായിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് പറയാൻ പറ്റത്തില്ല, ആ തുടക്ക സമയത്ത് പറഞ്ഞാൽ അതങ്ങ് പോയേനെ. പക്ഷെ അന്നേരം ഇവള് നമ്മളോടൊക്കെ താമസിക്കുകയൊക്കെ ചെയ്യുന്നതായതുകൊണ്ട് ഞാനിത് പറഞ്ഞിട്ട് കഷ്ടകാലത്തിന് ഞാൻ രാത്രി ഒന്നിനോ വല്ല ആവശ്യത്തിന് ഇറങ്ങിപ്പോയാൽ ഇവള് സംശയിക്കൂലേ, അതുകൊണ്ട് ഞാൻ അന്നേരവും പറഞ്ഞില്ല. പിന്നെ അതങ്ങനെ അങ്ങ് പോയിട്ട് എൻ്റെ മനസ്സിൽ പിന്നെ ഇനിയും പറഞ്ഞാൽ എങ്ങനെ എടുക്കും എന്നൊരു ചിന്തയിലെത്തി. പിന്നെ അതൊരു ഒരു നാണക്കേടും ഒരു ചമ്മലും കൊണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അത് ജസ്റ്റ് പറഞ്ഞ് അല്ലതല്ല, ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ വേറെ കള്ളത്തരമൊന്നുമില്ല. അല്ല, ഞാൻ ഇതിൽ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ യെസ് പറഞ്ഞ വേറൊരു പെൺകുട്ടി കൂട്ടുകാരി ആയിരിക്കാം, കല്യാണം കഴിച്ച രേഷ്മയുടെ കൂടെ വന്ന് താമസിച്ചു. ഞങ്ങൾ അത്ര ഭയങ്കര ഫ്രണ്ട്സ് ആണ്, ഇപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യും. അതല്ലേ ഇത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടുപേരും ഒന്ന് കാണുന്നുണ്ട്. എനിക്ക് ആളെ പിടി കിട്ടി കേട്ടോ. ആളെ പിടി കിട്ടി, രണ്ടുപേരെയും കാണുന്നുണ്ട്. എന്നാലും
ഒരു വാക്ക് പറയായിരുന്നു. ഇത്രയും വർഷമായില്ലേ പറഞ്ഞില്ല. അത് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ അതങ്ങ് പോയേനെ. പിന്നെ ഇങ്ങനെ സംഭവം നമ്മളോട് അവർ താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് എങ്ങനെ എടുക്കും, നീ അവളോടുള്ള ഒരു സമീപനം എങ്ങനെ ആയിരിക്കും, ഇനി എന്നെ സംശയിക്കുവോ അല്ലെങ്കിൽ ചെയ്യുവോ, അങ്ങനെ നമ്മൾ ശരിയല്ലോ. അല്ല, ഈ സംശയിക്കാൻ തക്ക തന്നെ മനസ്സിലല്ലോ ഉണ്ടായിരുന്നോ? ഇല്ലൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് തീർന്നു. അല്ല, ഇപ്പൊ നമ്മൾക്കിപ്പം നമ്മളുടെ സൈഡിൽ തെറ്റില്ല എന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം വീട്ടിൽ വന്ന് ഈ ഫ്രണ്ട് താമസിച്ചു, നിനക്ക് തന്നെ ഒരു സംശയം ഉണ്ട് നിന്റെ മനസ്സിൽ, എങ്ങാനും ഞാൻ ബാത്റൂമിൽ പോവാന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് പോയാലോ, വഴി തെറ്റിയാലോ? ഇല്ല, സംശയമൊന്നും ഇല്ലായിരുന്നു. വെറുതെ അവക്കൊരു സംശയം കൊടുക്കണ്ട, അങ്ങനെ പറയാമെന്ന് വെച്ച് കാലം മുന്നോട്ട് പോയപ്പോഴത്തേനും പിന്നെ ടൈം കഴിഞ്ഞു പോയി. ഇല്ല, പക്ഷേ എനിക്ക് തോന്നുന്നു കല്യാണത്തിന് മുന്നേ ഉള്ളത് അത് കല്യാണത്തിന് മുന്നേ ആയിക്കോട്ടെ, പ്രശ്നമില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് ഞങ്ങൾ കൂടെ വന്ന് താമസിക്കുമ്പോൾ ഒരു വാക്ക് പറയായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ട് നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ രീതിയിൽ ഞങ്ങൾ എടുത്തേനെയായിരുന്നു. കാര്യം അവള് ഭർത്താവുമായിട്ട് വഴക്കിട്ട് വന്ന് നമ്മുടെ വീട്ടിൽ താമസിക്കുമ്പോൾ നമ്മളും അവിടെ ഒരു ഇഷ്യൂ ആവണ്ട എന്നുള്ള ആ നിമിഷം എന്നല്ല ഞാൻ പറയുന്നത്. പിന്നെ എപ്പോഴേലും അതായിരുന്നു ഞാൻ ഇച്ചാൻ തന്ന ഒരു ഫ്രീഡം. എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു രഹസ്യം ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. ഈ പറയുന്ന ഓരോന്നും കേൾക്കുമ്പോഴത്തേനും തോന്നുന്നുണ്ട് ഇപ്പൊ ഇനി പലതും ഇനി വരാനുണ്ടെന്ന്. അല്ല, അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്രീഡം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ. അതെനിക്ക് തോന്നുന്നു അത് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് പറയാമായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. കാര്യം വെച്ചാൽ ഇവർ രണ്ടുപേരും എന്നെ കാണുന്നത് ആ ഒരു രീതിയിൽ, ഈ ഒരു സ്റ്റോറി ഉള്ളിൽ വെച്ചിട്ടാണ് എന്നെ കാണുന്നത്. ഞാൻ അവിടെ ഒരു ഫൂൾ ആവുന്നത് പോലെയല്ലേ എനിക്ക് തോന്നുന്നത്. അതെനിക്കെന്തോ ഇപ്പൊ കേൾക്കുമ്പോ ഒരു ചമ്മല് പോലെ. കാര്യം എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാനൊന്നും അറിഞ്ഞില്ല. അപ്പൊ അത്രയും ഒരു ചമ്മലുണ്ട്. ഇപ്പോഴും വിളിക്കുന്നുണ്ട് ഞങ്ങളെ, ഇപ്പോഴും ഈ ഷോന്റെ സമയത്തും ഒക്കെ. അപ്പൊ അവളുടെ മനസ്സിലും ഇതുണ്ട്, ഇച്ചാന്റെ മനസ്സിലും ഇതുണ്ട്. അവള് വിളിക്കുമ്പോഴൊക്കെ ഓ എന്റെ പഴയ ആളാ എന്നൊക്കെ ഉള്ള രീതിയിൽ വിളിക്കുമ്പോഴും അല്ല, ഇത്രയൊക്കെ പ്രോഗ്രസ് ഉണ്ടായ രീതിക്ക് ചായ, ഇത്രയൊക്കെ പ്രോഗ്രസ് ഉണ്ടായ രീതിക്ക് ഒരു ഹിന്റ് തരായിരുന്നു. അത് വീണ്ടും ആ ഒരു ടോക്ക്. ഞാൻ പറയട്ടെ, അവളിപ്പം ഭർത്താവുമായിട്ട് നമ്മുടെ വീട്ടിൽ താമസിക്കാൻ എനിക്ക് ധൈര്യമായിട്ട് പറയാൻ അങ്ങനെ, അത് അവര് തമ്മിൽ ഇഷ്യൂ ആയിട്ട് താമസിക്കുമ്പോ നീ എങ്ങനെ അത് എടുക്കും? പക്ഷെ അത് ഒറ്റയ്ക്ക് വന്ന് താമസിക്കുമ്പോ കൂടുതൽ പറയണമായിരുന്നു, എന്റെ അഭിപ്രായം പറയണമായിരുന്നു. അഥവാ ഇത് പറഞ്ഞിരുന്നു എങ്കിൽ ഇപ്പൊ മിണ്ടുന്ന പോലെ തന്നെ ആ കൊച്ചിനോട് മിണ്ടാൻ പറ്റുമായിരുന്നോ? ഉറപ്പായിട്ടും. ഇപ്പൊ ചായ കൊടുത്ത പോലെ തന്നെ ആ കൊച്ചിന് ചായ കൊടുക്കുമായിരുന്നോ? ഉറപ്പായിട്ടും ചേട്ടാ. ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ തന്നെ ഒരു അന്നാ ഇപ്പൊ ഇത്ര ആയോണ്ടാണ് അത് അധികം കാളി കാത്താത്ത. അന്നങ്ങാനായിരുന്നെങ്കിൽ ചിലപ്പോ ചായ കൊടുക്കുമ്പോ വിഷം ഇടാൻ തോന്നുന്നു, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, അതുകൊണ്ടല്ലേ നിങ്ങളുടെ സൗഹൃദം ഉലയണ്ടെന്ന് കരുതിയിട്ടല്ലേ നമ്മൾ എന്ന് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള 5 പേരും ഒരുപോലെ അങ്ങനെ സ്നേഹത്തിൽ ഒരു പ്രശ്നം. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഈ കൂട്ടുകാരിയില്ലേ, കൂട്ടുകാരിക്ക് ഹസ്ബൻഡൊപ്പം എന്തോ പ്രശ്നം ഉണ്ടായപ്പോഴേ വീട്ടിൽ വന്ന് താമസിച്ചേ. ഇപ്പൊ അതെന്തായി? അല്ല, അവരിപ്പോ സോൾവ് ആയി. അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് പറയാം, ഇത് കാരണം അവരുടെ പ്രശ്നമാവരുത്, ഇനി ഇത് കാരണം അടുത്ത പ്രശ്നമാവില്ല. അല്ല, ഇത് കാരണമല്ല താൻ പറയുന്നത്. പുള്ളി പറഞ്ഞിരുന്നെങ്കിലും അതുപോലെ തന്നെ പെരുമാറാൻ എനിക്ക് പറ്റുമായിരുന്നു. ഇനിയോ ഓ, എനിക്കൊരു പ്രശ്നമില്ല. അതാ ഞാൻ പറഞ്ഞു ചേച്ചി, ഇതിന് മുന്നേ എന്തും കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങൾ കല്യാണത്തിന് മുന്നേ കളഞ്ഞ് വരേണ്ടതാണ്. അപ്പൊ അതിന്റെ ഒരു സത്യസന്ധത നമ്മൾ ലൈഫ് തുടങ്ങുമ്പോഴെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ പറയണമായിരുന്നു. അത് ചെയ്തില്ല. അത് ഇച്ചാന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റ്. അവള് പറയണം ഞാൻ എക്സ്പെക്ട് ചെയ്യില്ല. ബിക്കോസ് അവള് ഒരു സെക്കൻഡ്, അതായത് അത് മറ്റൊന്നിനോടൊരു ദേഷ്യവും കൂടി ഉള്ളത് കൊണ്ട് എന്ത് കിട്ടി, നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും തിന്നാന്നുള്ളൊരു അവസ്ഥയുണ്ട്. ആ പെണ്ണിത് കാണുണ്ടാവും. എന്ത്, ഞാൻ ഭക്ഷണത്തെ കുറിച്ചല്ലേ പറഞ്ഞത്. നമുക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ ബിരിയാണി തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റില്ല. അതേട്ടാ, എനിക്ക് കിട്ടുന്ന ഭക്ഷണം കഴിക്കാൻ നമ്മൾ റെഡിയാവും. ഇവൻ പറഞ്ഞ ലേശം കൗതുകം ഉണ്ടായിരുന്നു എന്ന് ഇവൻ പറഞ്ഞായിരുന്നു. പിന്നെ ഇവൻ ചിന്തിച്ചു, ഇച്ചിരി വിശന്നാലും ബിരിയാണി കിട്ടുമല്ലോ, ഞാൻ അവന് ചിലപ്പോ ബിരിയാണി കിട്ടിയാലോ. അതാണ് സത്യം. 2 ദിവസം ഒന്ന് മനസ്സ് ചാഞ്ചാടി എന്നുള്ള സത്യമാണ്. 2 ദിവസം ഒന്ന് മനസ്സ് ചാഞ്ചാടും. അത് ടീ ആണെങ്കിൽ ഉറപ്പായിട്ടും ചാഞ്ചാടും. ഇവിടെ നമ്മള് ഇത് അവസാനം ഒന്ന് കളിച്ചു ചിരിച്ചു കളഞ്ഞു. പക്ഷെ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് ഞാനിത് പറഞ്ഞേ പറ്റൂ. ഒരു പെണ്ണിനെ ആ ഒരു മനസ്സിന് ചാഞ്ചാട്ടം വന്ന സമയം
വിവാഹം കഴിച്ചോട്ടെ എന്ന് ആ കുട്ടി വന്ന് ചോദിച്ചപ്പം ആലോചിക്കാം എന്ന് അങ്ങോട്ട് പറഞ്ഞു. ആ കുട്ടി പോയി ആ കുട്ടിയുടെ വീട്ടിൻ്റെ അച്ഛനും അമ്മയടുത്തും പറഞ്ഞു. അപ്പോൾ അവരെന്താ വിചാരിക്കുക, ജിൻസനും ഇഷ്ടമാണ്, രണ്ടുപേരും ഓക്കെയാണ്. അതുകൊണ്ടാണ് ഏതൊരു അച്ഛനും മറ്റൊരു കുടുംബത്തിലേക്ക് ഫോൺ എടുത്ത് വിളിച്ച് സംസാരിക്കുന്നത് ഒഫീഷ്യലി. അപ്പോൾ ജിൻസൻ എന്താണ് പറഞ്ഞത്? സോറി, ഇൻട്രസ്റ്റ് ഇല്ല, എനിക്ക് വേറെ പെണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു അവരുടെ അടുത്ത്? ഇല്ല, ഞാൻ അവളോട് പറഞ്ഞത്. അവരോടും പറഞ്ഞില്ല. ഓക്കെ, ഞാൻ വീട്ടിലെ നമ്പറൊക്കെ അവർ കൊടുത്തേക്കാം എന്നാ പറഞ്ഞിട്ട് എന്നിട്ട് ഈ കുട്ടിയോട് കാര്യം പറഞ്ഞു, എനിക്ക് ആക്ച്വലി ഇപ്പോഴും രേഷ്മേനെ ഇഷ്ടമാണ്, പറ്റില്ല എന്ന്. അപ്പൊ ഈ കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ അത് മറ്റേത് കുട്ടിയാണെങ്കിലും പെൺകുട്ടികൾക്ക് ഈ ഒരു സാഹചര്യത്തിലൂടെ ആൺകുട്ടികളായാലും കടന്നു പോയിട്ടുണ്ടാവാം. അത് ജിൻസൻ കൺസിഡറേ ചെയ്തിട്ടില്ല ഈ എൻറ്റയർ പ്രോസസ്സിൽ നിന്ന് എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നു. അത് സത്യമല്ലേ? അത് പറഞ്ഞ ഒരു പോയിന്റ് സത്യം. കാര്യം ഞാൻ കൊച്ചിന്റെ അച്ഛന്റെ അമ്മയുടെയും മുന്നിൽ ആ കൊച്ചിന് ആ പെൺകുട്ടിക്ക് കടന്നു പോകേണ്ടി വന്ന ഒരു മാനസികാവസ്ഥ, അത് ഏതെങ്കിലും ഒരു രീതിയിൽ ആ കൊച്ചിനെ ഒന്ന് ഞങ്ങൾ അവരുടെ കല്യാണത്തിന് പോയി. ആ കുട്ടിയുടെ അമ്മയും അപ്പേനെ ഒക്കെ ഞങ്ങൾക്ക് അറിയാം. ഇതൊക്കെ അവിടെ ബാക്കിൽ നടക്കണ്ടേ? അപ്പൊ ഇവരെല്ലാരും ഇതൊക്കെ ചിന്തിക്കുമ്പോഴും ഞാൻ മാത്രം അവിടെ ചെന്ന് നിന്നിട്ട് ഒരു ഫുൾ ആവുന്ന ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞത്. രേഷ്മ മാത്രമല്ല അവിടെ ഫുൾ ആയിരിക്കുന്നത്, മറ്റേ കുട്ടി. അതെ, അവളുടെ തെറ്റല്ല, അവരുടെ വീട്ടുകാർ ഇത് കാണുന്നുണ്ട്, അത് അവരുടെ തെറ്റല്ല. ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. ഇപ്പൊ രേഷ്മ ഫൂളായി എന്ന് വിചാരിക്കുന്നുണ്ടല്ലോ, സെയിം ഇതെല്ലാം ഇവൻ പറഞ്ഞിട്ടുണ്ടോ എന്നൊരു ചിന്ത പുള്ളിക്കാരത്തേക്കും ഉണ്ടാവും. ഇവനാണല്ലോ നടുക്ക് നിൽക്കുന്നത്. എപ്പോഴും ഒരു ദിവസം കിടക്കാൻ നേരത്തെ എടി ഈ വരുന്ന പെണ്ണിനെ ഞാൻ പണ്ട് ഇന്ന പോലെ ആലോചിച്ചതാണെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്ന ഓരോ സെക്കൻഡ് ഫേസ് ചെയ്യുമ്പോഴും ദൈവമേ ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. പറഞ്ഞിട്ടുണ്ടോ ആ കുട്ടിയെടുത്ത്, രേഷ്മ എടുത്ത് പറഞ്ഞിട്ടില്ല എന്ന്? ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞോ ഇല്ലയോ? അതില്ല, നീ പറഞ്ഞോളാന്ന് പറഞ്ഞ പോയിന്റിൽ എന്താ പ്രശ്നം എന്നറിയാം? പുള്ളിക്കാരത്തിക്ക് ഒരു സംശയമുണ്ട്. 35 ദിവസവും എന്റെ കല്യാണത്തിന് വരുമ്പോഴും നിങ്ങൾ ഒന്നിച്ച് നടക്കാൻ വരുമ്പോഴല്ല ഈ കൊച്ചിന് എന്റെ ദൈവമേ ഞാൻ പണ്ട് പുറകെ ഇങ്ങനെ ആലോചിച്ച് പോയൊരു കഥ അറിയാമല്ലോ. പിന്നെ ആകെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, നീ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ചെയ്തപ്പോൾ അത്രയും വെയിറ്റിൽ അവരുടെ ഫാമിലി എടുത്തു, വിളിച്ചു, പ്രശ്നം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞു, അത്രയും വെയിറ്റിൽ അത് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നിന്റെ വീട്ടിൽ വന്നോളെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അത് അവര് പക്വമായൊരു അത് അങ്ങനെ തോന്നിയത് എങ്ങനെ അത് വിട്ടേക്കാന്നുള്ളൊരു സെൻസിൽ എടുത്തത് കൊണ്ടാണ് നിന്റെ വീട്ടിൽ രണ്ടാമതൊന്നും താമസിച്ചത്. അല്ലെങ്കിൽ ഈ രണ്ട് കൺഫ്യൂഷൻ ഉള്ള ഒരാള് ഹോട്ടലിൽ മുറിയെടുത്ത് താമസിച്ചാലും പുള്ളിക്കാരത്തേക്ക് അറിയാവുന്നുള്ള ചിന്ത കൊണ്ടും നീ ഇങ്ങനെ ആയിട്ടും വരൂല. അപ്പം നമ്മൾ പറയുന്ന ബലത്തിൽ അത് പോയിട്ടില്ല. കാരണം നീ ആയിട്ട് 3 പ്രാവശ്യം ചോദിച്ചാൽ ഒരു കാര്യം സീരിയസ് ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടായിരിക്കും. എനിവേ, അപ്പൊ ആ കുട്ടിയുടെ പേരൻസിന്റെ ആ ഇമോഷനും അവരോട് ഒരു സോറി പറഞ്ഞു നമുക്ക്. അതെ, ഞാൻ അവളല്ല, ഞാൻ അന്നേരം പെട്ടെന്ന് ചിന്തിക്കാതെ എടുത്തൊരു വാക്കിന്റെ പുറത്ത് സംഭവിച്ചാണ്. നിങ്ങൾ അത് മറക്കണം, സോറി. എന്നാലും എന്റെ ജിൻസൻ മോനെ, നിന്നോടാണോ ഞാൻ ഇത്ര പിള്ളേർക്കൊക്കെ എന്താ പറ്റിയത്? പക്ഷെ നല്ല മനസ്സുള്ള മക്കളാണ് കേട്ടോ. അതാണ് രേഷ്മ, ഇനി വിഷമൊന്നും വേണ്ട. ഈ അമ്മയായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ ഇങ്ങനെയൊക്കെ കേട്ടിരുന്നെങ്കിൽ? എന്തേലും മക്കളല്ലേ, ക്ഷമിക്കുക, വേറെ വഴിയില്ല, പെട്ടുപോയി. പക്ഷെ മക്കൾ ഇങ്ങനെ ചെയ്യല്ലേ. കല്യാണം കഴിഞ്ഞ് ഒരു കാമുകി ഭർത്താവിന്റെ കാമുകി വീട്ടിൽ വന്ന് താമസിക്കുക എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങളുടെ കായിക ഒരുപാട് ദൂരെ പോയിരിക്കുന്നു. കഥ അവിടെ തന്നെ ഇവരെല്ലാം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. കാമുകിയൊന്നുമില്ല. ഫ്രണ്ട്ഷിപ്പ് വേണ്ടല്ലോ, ഫ്രണ്ട്ഷിപ്പ് വേണ്ടല്ലേ. ഇടയ്ക്കൊരു 2 ദിവസം വേണമെങ്കിൽ ഒന്ന് കേട്ടാം. വെറും ഫ്രണ്ട്സ്. എന്നാലും കുറച്ച് കടത്തുപോയി. എന്നാലും പറയായിരുന്നു, മോളോട് പറയായിരുന്നു. ജിൻസിന് എന്ത് തോന്നി? സ്പാർക്ക് വീണോ? സ്പാർക്ക് ഉണ്ടായിരുന്നു ആന്റി. സ്പാർക്ക് ഇല്ലാതെ ചാർജ് ആവോ? എല്ലാവർക്കും സോറി. അപ്പൊ ഇനി മതി, ഇനി ഒന്നും ഉണ്ടാക്കല്ലേ. എന്റെ ഭർത്താവ് കുറെ നേരമായി പോയിട്ട്. ഷെർജയുടെ കൂടെ പോയ ഭർത്താവിനെ ഞാൻ വിളിക്കാം. ഐശ്വര്യ, ഡോണ്ട് വറി. ബാനുബേ, ഷെർജ വരൂ. ഭയങ്കര കോമ്പിനേഷനിലൊക്കെയാണല്ലോ ഇവര് നേരത്തെ തീരുമാനിച്ച മാച്ചിങ് ആണല്ലോ. റെഡി അല്ലേ? ഇവരുടെ കയ്യിൽ ഒരു മുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. എന്താ സംഭവം അറിയില്ല. നന്നായിരിക്കും. ഐ എം വെയിറ്റിംഗ് ടു സീ ദിസ് പെർഫോമൻസ്. ഓൾ ദി ബെസ്റ്റ് യു ഗൈസ്. ദൈവമേ, ഈ മനുഷ്യൻ എന്താ ഇത്? ഏത് മുണ്ടാ ഇത്? തുടക്കാൻ തുണി വേണ്ടേ? ഞാൻ ഒരു മുണ്ടെടുത്ത് തുണിയാ?
എന്റെ മുതുമുത്തച്ഛന്റെ എന്റെ മുതുമുത്തച്ഛന്റെ മുണ്ട് വെച്ചാണോ നിനക്ക് തുടച്ച് കളിക്കണ്ട ഈ വീട്ടില്? ഒന്ന് പോവാ മനുഷ്യ, ഈ പഴം തുണിയാണോ മുതുമുത്തച്ഛന്റെ തുണി എന്ന് പറഞ്ഞ് കൂട്ടി വെച്ചേക്കണത്? എന്റെ മുതുമുത്തച്ഛന്റെ തുണി ഞാൻ എത്ര കാലമായിട്ട് നിനക്കറിയാം. എന്റെ ഈ വീട്ടിൽ നീ കാലുകുത്തി അന്ന് ഞാൻ ഇതിന്റെ കഥ നിനക്ക് പറഞ്ഞു തന്നിട്ടുള്ള. എന്റെ മുതുമുത്തച്ഛൻ, എന്റെ മുത്തച്ഛൻ കഴിഞ്ഞിട്ട് എല്ലാരും അപ്പൂപ്പ എന്റെ അച്ഛൻ വരെ ഒന്ന് പോയേ ഇവിടുന്ന്. എന്താണ് ഈ കിടക്കണെന്ന് അറിയാമോ? ഒരു പഴം തുണി. പഴം തുണിയൊന്നല്ല, നിനക്ക് തുണി വേണം. എന്ത് ഭംഗിയുള്ള മസിലാണ്. നിനക്ക് തോന്നില്ലേ ഞാൻ ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താ? ഞാൻ നാളെ മുതൽ 4 മുട്ടയും 2 ഗ്ലാസ് പാലും തരാം. അല്ല, എനിക്ക് ഈ മുട്ട കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തെ വീട്ടിൽ പോയി കുറച്ചുകൂടെ മുട്ട മേടിച്ചോണ്ട് വരണം നീ പ്ലീസ്. മസിലൊക്കെ റെഡിയാക്കി പിന്നല്ലാതെ. സുന്ദരനാക്കി. പിന്നെ നിനക്ക് പല പല ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഇത് കാണിച്ചത്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ കള്ളൊക്കെ കുടിയൊക്കെ നിർത്തി. എനിക്കിപ്പോ ഉത്തമ പുരുഷനായിട്ട് മാറണം. പിന്നെ അനുപേട്ടാ, അങ്ങ് ജിമ്മിൽ പോകുമ്പോ അവിടെ ഒരു ചെറുക്കനില്ലേ, അവനെ പോലെ തന്നെ അടിപൊളി മസിലാ. ജിമ്മിന്റെ ചെറുക്കനൊന്നുമല്ല സൽമാൻ. എനിക്ക് ഇത് സഹിക്കാൻ വയ്യ. നീ എന്റെ മുതുമുത്തശ്ശന്റെ തുണിയെടുത്ത് നിനക്ക് ഇവിടെ തുടയ്ക്കണം അല്ലേ? ഈ തുടപ്പ് ഞാൻ നിന്ന് നിർത്തും. നിന്റെ വീട് മൊത്തം ഞാൻ തുടച്ച് കളയും. എടോ, എന്റെ അമ്മൂമ്മ മരിക്കാൻ കിടന്ന നേരത്തെങ്കിലും താൻ എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയാ? വീട്ടിൽ കൊണ്ടുപോകുന്നത് മുഴുവായിട്ടല്ല, മരിക്കാൻ പോകുന്നത് നിന്റെ വകയിലുള്ളവര് ഏതോ ഒരു ലേഡിയാണ് മരിക്കാൻ പോയത്. ഏത് ലേഡി? ലേഡി റെഡിക്കുലസ് ക്രീച്ചേഴ്സ്, റെഡിക്കുലസ്. This is all ridiculous. തനിക്ക് പറ്റിയില്ലല്ലേ? ലേഡി വേണോ? This is ridiculous. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഒന്നും പിന്നെ ഞാൻ നിങ്ങളുടെ അങ്ങോട്ട് മലയാളത്തിൽ ഞാൻ പിന്നെ നിന്റെ നാട്ടും പുറത്തുള്ള സംസാരത്തില് എന്റെ മുതുമുത്തച്ഛൻ മറ്റേ കാലത്ത് പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളതാ. സായിപ്പന്മാരുടെ കാലത്ത് ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കും. എന്റെ ഈ ദൈവമേ, ഈ മസിലൊക്കെ വെച്ചിട്ട് വേണം അവിടെ ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ. ഇരിക്കാം. ഞാൻ ആലോചിക്കുമായിരുന്നു, ഞാൻ സൽമാൻ ഖാൻ പോലെ ആയിട്ട് പിന്നെ സിനിമയിലൊക്കെ ആയിട്ടിട്ട് ഞാൻ ഹീറോ ആവും. അപ്പൊ കൊറേ കാശ് കിട്ടും. ഈ താടി ഉണ്ടായിരുന്നപ്പോ അത് തന്നെ. നിനക്ക് പണ്ട് എനിക്ക് ആ ലുക്കായിരുന്നല്ലേ ഇഷ്ടം. പണ്ടത്തെ ഞാൻ ആവും. കാരണം പണ്ട് ഞാൻ സൽമാൻ ഖാനെ പോലെ അല്ലേ ഇരുന്നേ. സജിക്ക് ഡാൻസ് മാത്രമേ അറിയൂ, വേറെ ഒന്നും അറിയാൻ പാടില്ല. സജിയുടെ കാര്യം നീ പറയില്ല. സജിക്ക് ഡാൻസ് മാത്രല്ലേ അറിയുള്ളൂ. ഞാൻ എന്തെല്ലാം പുരുഷനാണ്. പിന്നെ അടിപൊളി മസിലി. പിന്നെ എനിക്കിത് ഒട്ടും പിടിക്കുന്നില്ല. നിന്റെ കുടുംബകാര്യം കുടുംബത്തിൽ ആരാണ് പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളത്? സ്കൂളിൽ പോയ ആളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ കേട്ടിട്ടില്ലല്ലോ. 10 വർഷം എന്റെ കൂടെ പുറത്തിട്ട് എന്നിട്ട് എന്ത് ഇംഗ്ലീഷും ഇറ്റാലിയനാണ്. മലയാളം മാതൃഭാഷ പഠിക്കടോ. ഭാഷയ്ക്ക് അതിന്റെ രീതിയിലുള്ള അറിയാമോ? ഇതും പഠിക്കാം. ഞാൻ ഹിന്ദി പഠിച്ചിട്ടുണ്ട്. നിനക്കൊരു കാര്യം അറിയാമോ അനുപേട്ടാ? പിന്നെ അല്ല, ഇന്നലെ എന്താണ് ആ പാല് പിരിഞ്ഞു പോയില്ലേ കുടിക്കാഞ്ഞിട്ട്? എനിക്ക് അപ്പുറത്തെ വീട്ടിലെ മുട്ടയല്ല, ഇപ്പുറത്തെ വീട്ടിലെ മറ്റേ പാല് പശുവിന് കറുത്ത അതും കൂടെ എനിക്ക് കൊണ്ടുവരണം. എനിക്ക് പാല് മുട്ടയും ഭയങ്കര വീക്ക്നെസ് ഉണ്ടല്ലോ. പണ്ടത്തെ പോലെ ആവരുത്. ഇനിയും പറഞ്ഞു പറ്റിക്കരുത്. എന്റെ മറ്റേ ജിമ്മിൽ പറഞ്ഞേക്കുന്ന പ്രോട്ടീൻ ഡയറ്റ് വേണം. ഇല്ല, നാളെ തൊട്ട് പിന്നെയും കുടിക്കാൻ തുടങ്ങോ? ഏത് മദ്യപാനം മാത്രമേ കുടിക്കുള്ളൂ? നമ്മുടെ കുഞ്ഞുങ്ങൾ 4 പേരും വളർന്നു വരില്ലാവും. അവരത് കണ്ട് പഠിക്കരുത്. അവർക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഹീറോ ആവാൻ പോകുന്നത്. സൽമാൻ ഖാൻ 4 എണ്ണത്തിനെ ഉണ്ടാക്കിയെടുത്ത് ആനെന്താണ് ഈ കാണിക്കുന്നത്? അനുപേട്ടാ, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ എന്റെ ഈ കുടുംബത്തിലെ ഈ റൗണ്ട് തുടങ്ങുമ്പം ചെറുചയോട് പറഞ്ഞു, മൈക്ക് അടുപ്പിച്ച് വെച്ച് ഉറക്കെ സംസാരിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ വാക്കാണെന്ന് ചോദിച്ച് വിട്ടതാണ്. ഇതുവരെ ഞാൻ ഈ റൗണ്ടിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ്. 100%. സംശയമില്ല.
അതിപ്പോ ആര് പറഞ്ഞില്ലേലും ഞാൻ പറയും. ഇതില് പലതും എന്നോട് പറഞ്ഞ പോലെ തോന്നി. അല്ല ഞാൻ ശരിക്കും ബാക്കിലോട്ടായി പോയെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്തു നമ്മൾ കുറച്ച്. പ്രാക്ടീസ് ചെയ്ത സമയത്ത് ഇങ്ങനെ മിണ്ടാ പൂച്ചയായിട്ട് ഇരിക്കുക. ഞാൻ സൗണ്ട് എടുക്കണം. സൗണ്ടാണ് എന്നെ പിഷാരടി കളിയാക്കിയത് സൗണ്ടിനെ കുറിച്ചാണ്. ഞാൻ സൗണ്ട് എടുക്കും, പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. തൊണ്ടവേദനയാണ് പോലും. ഇതാണ് തൊണ്ടവേദന. ഒരു കാര്യമുണ്ട്, പുള്ളിക്കാരത്തി കേറി ഒച്ച എടുത്തിട്ടില്ല കേട്ടോ. അതായത് അനൂപ് മൊത്തം ഒരു 60 വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 40 വാക്കേ പറഞ്ഞിട്ടുള്ളൂ. സാധനം ഹൈ ഡോസാ. അതായത് നമ്മൾ ഇത്രയും പറയുമ്പം 2 വാക്കുകൊണ്ട് അതിന്റെ മേളിൽ കയറി മറിഞ്ഞോണ്ടിരിക്കുക സാധനങ്ങളോ. അയ്യോ അങ്ങനല്ല, അത് ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. മാത്രല്ല റൊമാൻസ് വന്നപ്പം പാടി ഈ താടിക്കിട്ടൊക്കെ തടവുമ്പം പുള്ളിക്ക് മറ്റേതിന്റെ ഹാങ് ഓവർ കൈ തട്ടി മാറ്റുമായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. നമ്മൾ സ്വഭാവം മാറുമല്ലോ. സ്വിച്ച് എന്ന് പറഞ്ഞു കഴിയുമ്പം പിന്നെ നമുക്ക് കൈ തട്ടി മാറ്റുമായിരുന്നു. നിങ്ങൾ അറിഞ്ഞോണ്ട് ചെയ്യുന്നതല്ല, പക്ഷെ മറ്റേതിന്റെ ദേഷ്യം കിടപ്പുണ്ട്. മൊത്തം കൈതട്ട് ഫുൾ ടൈം മൊട്ടയും പാലിലും ആയിരുന്നു ഇയാള്. അതൊന്ന് കുറച്ച് സഞ്ചരിക്കാൻ നോക്കിയിട്ട് എവിടെയും സമ്മതിച്ചില്ല. കുറച്ച് പൂത്തിരി ഇടാൻ പറ്റുമോ അവക്ക് വേണ്ടിട്ട്? ഷർജയ്ക്ക് വേണ്ടി ഒരു പൂത്തിരി ഇട്ട് കൊടുക്കാൻ പറ്റുമോ? ഞങ്ങളുടെ ഈ റൗണ്ടിൽ ഒരു പൂത്തിരി എന്റെ ഷർജയ്ക്ക് വേണ്ടിട്ട്. എതിരാളിയുടെ ശക്തി മനസ്സിലാക്കിയില്ല. ഞാൻ ശരിക്കും മനസ്സിലാക്കിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. കാരണം ഷെറിജ അല്ലേ അവിടെ വരെ എവിടം വരെയൊക്കെ പോവും എന്നൊക്കെ വിചാരിച്ചൊരു പോയിന്റ് നിന്ന് കറക്റ്റ് ആയിട്ട് വളച്ച് തിരിച്ചു എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷ്. അല്ല, ഈ ഭാഷ കളിയാക്കുന്നത് പുള്ളിക്കാരിയുടെ ഐഡിയ ആയിരുന്നു. ഞാൻ വിചാരിച്ചു ഇത് ചുമ്മാ എന്തെങ്കിലും പറയാ. ഞാൻ പുള്ളിക്കാരുടെ ഭാഷ വരുന്നില്ല, എന്നെ ഹിന്ദിയിലൊക്കെ പറയാം. അത് മാത്രമല്ല, ഈ നമ്മളിപ്പോ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞാൽ ഇംഗ്ലീഷിനെ കളിയാക്കും എന്നൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർ ഇവരുടെ കയ്യിലുള്ള ഐറ്റംസ് വന്ന് ഉടനെ ഇറക്കി കളയും. പുള്ളിക്കാരത്തി വെയിറ്റ് ചെയ്ത് അനൂപ് എപ്പോ പഴുക്കും എന്ന് പറഞ്ഞ് കാത്തു നിന്ന് പഴുത്ത് അത് അതിന്റെ പീക്കിലെത്തിയപ്പോഴാ സാധനം എടുത്ത് തുടങ്ങുമ്പോൾ തന്നെ തന്റെ ഒരു ഇംഗ്ലീഷ് തോന്നിയാൽ നമ്മളാരും അനൂപിനെ കൊണ്ട് ഇംഗ്ലീഷ് പറയാനുള്ള അത്രയും സമയം ഇട്ട് കളിപ്പിച്ച് നമ്മൾ ഉണക്കമീനിട്ട് പൂച്ചയെ കളിപ്പിക്കൂലേ, അതുപോലെ കളിപ്പിച്ച് ഇംഗ്ലീഷ് പറയിപ്പിച്ചിട്ടാണ് അതൊക്കെ പറഞ്ഞത്. ഗംഭീരമായി. അത് മാത്രമല്ല പിഷു, ഞാനിത് പറഞ്ഞേ പറ്റൂ, ഷെർജയുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു നല്ല പെർഫോമറിനെ ഇന്ന് നമ്മൾ കണ്ടു, കാണാൻ പറ്റി. ഡാൻസും അടിപൊളിയായിരുന്നു. എന്റെ സജി എക്സ്പ്രഷൻസ് ഒക്കെ അത് എനിക്കറിയില്ല, ജീവിച്ചതാണോ എന്താന്ന് എനിക്കറിയില്ല, വീട്ടിലൊക്കെ തന്നെയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വഴക്കിടുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതിന്റെ ഒരു സാധനമൊക്കെ പുള്ളിക്കാരത്തെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോഴേ താൻ മുഖത്തേക്ക് നോക്കണോ, അത് ഭയങ്കര പ്രശ്നമാണ്. ഈ കുറ്റബോധം ഉള്ളതിനെ തല കുനിക്കില്ല, അല്ലാത്ത മുഖത്തോട്ട് നോക്കിയ കാര്യം പറയുള്ളൂ. വിശാരടി പറഞ്ഞ സെയിം പോയിന്റ്. ഞാൻ വിചാരിച്ചു എനിക്കാണല്ലോ സ്കോറിംഗ് പോയിന്റ്, കാരണം എന്റെ മുത്തശ്ശന്റെ മുണ്ടാ പോയത്, എന്നിട്ടും സ്കോർ ചെയ്തു. ചില ആൾക്കാർ വഴക്ക്, നിങ്ങൾ ജംഗ്ഷനിലൊക്കെ വഴക്കുണ്ടാവും, ചെറിയ ഡയലോഗ് പറഞ്ഞ് ദൂരോട്ട് എനിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറയും. ഇവനൊക്കെ ഒഴിവാവൂല, നിന്ന് വഴക്കിടാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവൻ വിട്ടോ നിന്ന്. അപ്പോഴാണ് ഈ മറ്റോ നിന്ന് പറയുന്നത് മുഖത്ത് നോക്കി പറയടാന്നൊക്കെ. അവന് ഫുൾ കോൺഫിഡൻസ് ആണ്, നടക്കൂല. പോലീസുകാർ പറയുമല്ലോ മുഖത്ത് നോക്കി സംസാരിക്കടാ എന്ന് പറയും, കാരണം പറ്റത്തില്ല നമുക്ക് മറ്റേ. പക്ഷെ കലയ്ക്ക് ഷെർജ നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും വരാൻ പോകുന്ന ഓരോ റൗണ്ട്സിലും ഷെർജയുടെ ഈ മുഖം കൂടുതൽ കണ്ടു തുടങ്ങട്ടെ. സൈക്കോളജിസ്റ്റ് ഒന്നും പറഞ്ഞില്ലല്ലോ. സൈക്കോളജിസ്റ്റിനെ നമ്മളോട് പൂട്ടി വെച്ചേക്കുക. അല്ല, എനിക്കറിയായിരുന്നു ഇംഗ്ലീഷ് വായിന്ന് വരും. അപ്പൊ ഷെർജേച്ചി, ഞാൻ അകത്ത് പോയപ്പോഴും ഷെർജേച്ചിയോട് പറഞ്ഞു, ചേച്ചി തകർത്തേക്കണം ഇംഗ്ലീഷ് വരും പറഞ്ഞു. താൻ പറയണോ മലയാളം? അതുപോലെ ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അല്ല, ഞാൻ പറഞ്ഞു കൊടുത്തെന്നല്ല പറഞ്ഞേ, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ചേച്ചി അത് പറഞ്ഞതും. ഇങ്ങനെ തന്നെയാണ് ചേട്ടൻ വീട്ടില്, ഇതിപ്പോ കുറച്ചല്ലേ പറഞ്ഞുള്ളൂ ഇംഗ്ലീഷ്, വീട്ടിലും ദേഷ്യം വന്നു കഴിഞ്ഞാല് വാക്യത്തുനിന്ന് ചെറുപ്ര ഇംഗ്ലീഷ് മാത്രമേ വരുള്ളൂ. അപ്പൊ ഞാനും അനൂപ് ഒന്ന് ഏറ്റുമുട്ടാം. അടിപൊളിയായിരിക്കും. സജി ഓക്കെ അല്ലേ? എല്ലാം നന്നായിരുന്നു. ഷെർജയുടെ ഈ ഒരു സൈഡ് പ്രതീക്ഷിച്ചോ? എങ്ങനെ വരും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എങ്ങനെ വരും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നത് സജി അന്യൻ സിനിമ കാണാൻ പോയപ്പോ സജി അവിടെ ഇരിപ്പുണ്ട്, അതിന്റെ ക്ലൈമാക്സ് കണ്ടപ്പോ ഇതേ എക്സ്പ്രഷൻ ആയിരുന്നു സജി. എന്താ ഈ നടക്കണത്, ഇത് ഇങ്ങനെയൊക്കെ ആണോ എന്നുള്ളതല്ലേ. സജിയുടെ മുഖത്ത് ഇപ്പോഴും അതേ സാധനം കിടപ്പുണ്ട്. ഒരു ചാഞ്ചാട്ടം, ഒരു ഉൾക്കിടലത, ഒരു ദുമ്നത ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സജിയേട്ടൻ കൂടെ ചുമ്മാ കൊണ്ടുവന്ന ഈ ഷോയിന് കടത്തി വെട്ടി. ഇപ്പൊ സജിയുടെ പെർഫോമൻസിനെ മറികടക്കുന്ന പെർഫോമൻസ് ആണ് ഷെർജ കാഴ്ചവെച്ചിരിക്കുന്നത്. ബെറ്റർ പെർഫോമർ ആണ് ഇന്നത്തെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇനി നമുക്ക് ഒരുമിച്ച് അങ്ങ് കൈ നോക്കാം അല്ലെ? തീർച്ചയായിട്ടും. അല്ല, ആദ്യം കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല, ഇപ്പൊ കോൺഫിഡൻസ് നല്ല സപ്പോർട്ടായി. ഇപ്പൊ നല്ല സപ്പോർട്ട് അല്ല,
സ്റ്റാർ താന് സപ്പോർട്ട്. തീർച്ചയായിട്ടും. ചുമ്മാ രണ്ടുപേരും ഒരു കട്ടക്ക് കേട്ടോ. ഓക്കെ, താങ്ക് യു. സജി ഇച്ചിരി താഴെയാ. എന്നാ ശരി, എന്നാ തന്നു. നമ്മുടെ അനൂപും ഷെർജയുടെയും ആ ഒരു എക്സ്ചേഞ്ച് ഓഫർ ഇത്രയും നന്നായി പോയതുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ കൂടെ അങ്ങ് നടത്തിയാലോ? നമ്മൾ ഈ കാണാതെ വെച്ചിരിക്കുന്ന പ്രതിഭകളൊക്കെ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്. അതിന് കറക്റ്റ് ആയിട്ട് നമ്മുടെ അനുഷയും ഗിരീഷും അവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഈ രണ്ടുപേരും അധികം ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. ഇല്ല, അനുഷയുടെ ഒക്കെ നമ്മൾ അന്നാള് കേട്ട കഥകൾ വെച്ച് നോക്കുമ്പം ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് കണ്ട് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ തോട്ടി പോകാനാണ് സാധ്യത. അപ്പൊ നമുക്ക് എനിക്ക് പ്രതീക്ഷയുണ്ട്. ഗിരീഷ് ഷർട്ട് ഇസ്തിരി ഇട്ട് കത്തിച്ചു. എന്റെ സ്പെഷ്യാലിറ്റി. പിന്നെ എന്റെ തന്നെ ഉടുപ്പ്, വേറെ ആരുടെ അല്ല. തേപ്പിട്ട് വെച്ച് തേച്ച് പുതിയ ഷർട്ട്, വേറെ ഷർട്ടും ഇല്ല പുള്ളിക്ക് കല്യാണത്തിന് പോകാൻ, അത് തേച്ച് കുളമാക്കി. അതാണ് നിങ്ങൾ വഴക്കിടാനുള്ള സംഭവം. നിങ്ങളുടെ റൊമാൻസ് എന്ന് പറയുന്നത് വീട്ടിൽ ഗിരീഷ് എങ്ങനെ ഇരിക്കുമ്പം എവിടെയോ പോയിട്ട് ഭാര്യ കൊടയെടുക്കാൻ മറന്നതുകൊണ്ട് മഴ നനഞ്ഞു തല തോർത്തി കൊടുത്ത് ആശ്വസിപ്പിച്ച് റൊമാൻറ്റിക് ആയിട്ട്. ആ മഴ വല്ലതും നിർത്താൻ വഴിയുണ്ടോ ഇവൻ ചോദിക്കുന്നു. ആ മഴ നിൽക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ പ്രിൻസി ചോദിക്കുന്നു. മഴ പെയ്യും. ടെക്നോളജീസ് ഉണ്ട് നിർത്താൻ. നല്ല രണ്ട് സിറ്റുവേഷൻ നൽകിയിട്ടുണ്ട് കേട്ടല്ലോ. പ്രിൻസ് കുറച്ച് അപ്സെറ്റ് ആയി. എന്താ മഴ നനയത്തില്ല ആൾക്കാര്? പെണ്ണുങ്ങള് മഴ നനഞ്ഞ എന്താ? ഇപ്പൊ ഇവനല്ലേ, അതുകൊണ്ടാ. പ്രിൻസ് നിന്നാ കുഴപ്പമില്ലാന്ന്. കുഴപ്പമില്ല, സാരല്ല. നമുക്ക് നമ്മുടെ ഈ ഇമാജിനേഷൻ ഇങ്ങനെ കുറച്ച് ലെറ്റ് ഗോ ചെയ്യാം. മുഖം നോക്ക അവന്റെ. അനുഷ മാൻ എവിടെയെങ്കിലും ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് ടെൻഷൻ ഇല്ല, സിംഹം വന്നാലേ ടെൻഷനുള്ളൂ. അവന്റെ മുഖം കണ്ടിട്ട് ഇപ്പഴ തന്നെ എനിക്ക് ടെൻഷനായി. ഒരു ടെൻഷനും വേണ്ടെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു വിടട്ടെ. എൻജോയ് അനുഷ, ഗോ ഹാവ് ഫൺ വിത്ത് ഗിരീഷ്. എക്സ്ചേഞ്ച് ഓഫറിന്റെ സമയമാണ്. എല്ലായിടത്തും ഭയങ്കര സെയിൽ നടക്കുന്നുണ്ട്. ഇവിടെ ഞങ്ങളുടെ എക്സ്ചേഞ്ച് ഓഫർ അങ്ങ് വെച്ചു. ഇന്ന് ഗിരീഷിന് ലഭിക്കുന്നു അനുഷ. സിറ്റുവേഷൻ കേക്കട്ടെ ഗിരീഷേ. ഞങ്ങൾ അവിടെ വർത്താനം പറഞ്ഞ് ഇരിക്കായിരുന്നു രമ്യ. സത്യം. ഓൾ ദി ബെസ്റ്റ്. എക്സ്ചേഞ്ച് ഓഫർ ഇതാ. അനുഷ എന്താ എന്തോടി കാണിച്ചു വെച്ചിരിക്കുന്നേ? അത് കണ്ടാ മനസ്സിലാവില്ല. നിങ്ങൾക്ക് എന്നാന്ന് കണ്ടാ മനസ്സിലാവുന്നില്ല, അതോടെ ചോദിച്ചേ. നിങ്ങളെ നോക്കിയാ നിങ്ങൾക്ക് കണ്ട മനസ്സിലാവോടെ നോക്കിയാ നോക്കാം. എടി എന്റെ 3000 രൂപയുടെ ഷർട്ട് നീ എന്നാ മാങ്ങാത്തൊലിയാ കാണിച്ചു വെച്ചിരിക്കുന്നത്? 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓഫർ ഇവിടെ വന്നേ. എടി ഈ ഡ്രസ്സിന്റെ ഒക്കെ വില നിനക്കറിയോ? എത്ര ജോലി ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ ഇത്. എന്റെ വീട്ടിൽ നിന്ന് കാസർഗോഡ് സ്വഭാവം എടുക്കല്ലേ പറഞ്ഞേക്കാൻ. ഞാൻ എന്റെ മറ്റേ ചോലമറ്റല്ലേ എന്താ എന്റെ പേര്? പ്രിൻസോ ക്രിൻസോ എന്താ? എന്റെ കസിന്റെ കല്യാണത്തിന് വരണം. ഇനി നീ മനഃപൂർവ്വം എന്റെ ഷർട്ടിന്റെ കൈ എന്താ പറയുന്നത്? എന്തോടി നീ ചെയ്തു വെച്ചിരിക്കുന്നത്? നല്ലൊരു അയൺ ബോക്സ് നിങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ഈ കോപ്പിൽ അയൺ ബോക്സ് എന്റെ വീട്ടിൽ നിന്ന് നീ കാശ് കൊണ്ടുവന്ന നല്ല അയൺ ബോക്സ് കൊണ്ടുവന്ന ആകെ കിട്ടിയത് എന്തുവാ? എന്നെ അയ്യേ ഇതിനൊക്കെ ആര് കെട്ടും? എന്റെ തലവിധി കല്യാണം കൊച്ചു കള്ളി. ഞാൻ നിനക്ക് ചെയ്തു തരാടി, ഞാൻ നിനക്ക് ചെയ്തു തരാം. ഞാൻ കുഴപ്പമില്ല മോളെ. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്റെ കൂടെ എന്റെ ചേട്ടാ ഇത് പോലും ചെയ്യണം അറിയത്തില്ലേ? അയ്യോ എന്റെ പൊന്നു മോളെ. എടി നീ ഇങ്ങോട്ട് വാ, ഞാൻ ഉണക്കി തരാം. കല്യാണം കഴിച്ച ദിവസം എന്റെ ജീവിതം നായ നക്കി. വർത്താനാ നീ സ്വഭാവം അറിയത്തില്ല. പൊറിഞ്ഞു പറയും ജോസിനറിയോ? കട്ടെ എന്റെ മോളെ. ഇന്ന് ഞാൻ പൊരിക്കും കൊടൊരു കാര്യം പറയാം മോളെ. ചേട്ടാ കൈ പിടിക്കണം. കൈ ഓടിക്കാനാണോ എന്റെ പരിപാടി? ഡോക്ടറേറ്റ് എന്ത് ഡോക്ടറേറ്റ് ആയിട്ട് നീ പഠിച്ചേ? കൈ ഓടിക്കാനാണോ കൈ ശരിയാക്കാനാണോ നീ പഠിച്ചേ? അതെ നീ എന്റെ തന്നെയാണ്. പക്ഷെ എന്റെ തലയിലായ ഒരു സാധനമായി പാറിപ്പോയി. എന്തു സഹിച്ചുകൊണ്ടിരിക്കുവല്ലേ?
സഹിച്ചുകൊണ്ടിരിക്കുക. വേറെ ഒരു കാര്യമില്ല, എനിക്കൊരു ആവശ്യമില്ല തന്നെ. എന്നാടി ഇത്? ഒരു കാര്യം എന്തായാലും പറയണം, മഴ പണ്ടേ ഗിരീഷിന്റെ വീക്ക്നെസ് ആണ്, അത് തന്നെ എടുത്തു കൊടുത്തു. എന്റെ പൊന്നനുഷ, പൊന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാ. അയ്യോ എന്റെ പൊന്നനുഷ, ഉറങ്ങിക്കിടക്കുന്ന സിംഹനി. അല്ല, ഈ ഗംഗയിൽ നിന്ന് നാഗവലിയിലുള്ള ട്രാൻസ്പോർട്ട് ആ ടൈമിലാണ് നമ്മൾ മാറ്റിയത്. ആ ഗംഗ ഇപ്പൊ വന്നേനെ. അതെ പ്രിൻസേ, പക്ഷെ പ്രിൻസിന്റെ മനസ്സിലുള്ള വികാരങ്ങൾ ഇതുവരെ ഇങ്ങനെ അനുഷ കണ്ടിട്ടേ ഇല്ല. ഇത് കണ്ടിട്ടില്ല, അതല്ലേ ഞാൻ പറഞ്ഞേ. കാണണോ? അവന്റെ മോൻ കണ്ടാ കാണാൻ തോന്നുന്നു. ദൈവമേ, അയ്യോ രമ്യക്ക് മമ്മി പേടിച്ചു പോയി. മമ്മി അമ്മ ഇത് കണ്ടോ? നാഗവല്ലി എങ്ങനെയുണ്ട്? മമ്മിക്ക് ദേഷ്യം വന്നാ മമ്മി എന്താ മാക്സിമം പറയാ? വഴക്ക് കൂടിക്കൊണ്ടിരിക്കുമ്പോ മിണ്ടാതിരിക്കാൻ പറയുള്ളൂ. പപ്പ എവിടെ ഉണ്ട്, ഒച്ച വെക്കണ്ടെന്നേ. പപ്പയുടെ പേര് യൂസ് ചെയ്ത് ഇവിടെ ഭീഷണി, അത്രേ ഉള്ളൂ. അങ്ങനെ അടുത്തൊരു അമ്മയാണ്. ഷോ, അപ്പൊ എന്തായാലും ഞങ്ങളുടെ അടുത്ത ഇവിടെ ഈ അമ്മയുടെ സ്കോപ്പ് വേറെയാണ്. ആ പൊന്നു അനുഭവിക്കും. ഈ അനുഷ നിൽക്കുന്നു നോക്കി ഇപ്പോഴും. ഞാൻ ഒന്നും ചെയ്തില്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു പിഷു? പറയൂ, ഇത് എങ്ങനെ ഉണ്ടായിരുന്നു? രണ്ടുപേരുടെയും പെർഫോമൻസ് നല്ലതായിരുന്നു. പിന്നെ ചില സന്ദർഭങ്ങളിൽ തോറ്റുപോകും തോന്നിയൊരു പോയിന്റ്, പുള്ളി കായികമായിട്ട് മുട്ടുമടക്കി അടിക്കാനൊക്കെ പോക്കളഞ്ഞു. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് മുട്ടുമടക്കി കായികമായിട്ട് കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത് വേറെ പരിപാടി. ഇടിയിലോട്ടൊക്കെ പോഞ്ഞു ഇടിക്കാൻ പോവുക. ഇവിടെ മുടിയൊക്കെ പിടിച്ച് വലിച്ച് എന്റെ മുടി പിടിച്ചു വലിച്ചു. ഞാൻ കണ്ടു രണ്ടുപേരും ഒപ്പത്തിനൊപ്പം. ഇതിന് വേരിയേഷൻസ് ഇല്ലായിരുന്നു. ഒരു താങ്ങൂല്ല പൊങ്ങിയില്ല, ഒരു വട്ടി പിടിച്ച പോലെ. പിന്നെ ഒറ്റ ഗ്രാഫിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റവും ഇല്ലാണ്ട് നിൽക്കുമായിരുന്നു. പിന്നെ ഈ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞാലേ ഇവന്റെ ഞാൻ ഏതോ ഒരു എപ്പിസോഡ് വേറെ ആരോടോ പറഞ്ഞെന്ന് തോന്നുന്നു. ചില സാധനങ്ങളിൽ ഈ റൊമാൻസിനൊരു സൗന്ദര്യമുണ്ട്. ഇത് ഒരു മീറ്റർ മാറിയാൽ ആക്രാന്താവും. അവിടെ വരെ പോയില്ലേ? റൊമാൻസിന്റെ സൗന്ദര്യത്തിന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ആക്രാന്തത്തിലോട്ട് പോകുന്ന ഒരു സാധനമുണ്ട്. ഒരു ക്ഷമയും റൊമാൻസ് വേറെയാണ് സത്യത്തിൽ. റൊമാൻസ് എന്ന് പറയുന്നത് അതെ, അത് ഇതുവരെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ സേട്ടൻ വേറെ മൂഡിലായി പോയി. റൊമാൻസ് കുറച്ചുകൂടെ കാമാൻ കൊയറ്റാണ്. ഇതിൽ കൊയറ്റ് ഇല്ലായിരുന്നു. ഭയങ്കര കൊടുങ്കാറ്റും മഴയൊക്കെ അല്ലേ, എങ്ങനെ കാമൻ കൊയറ്റായിട്ടിരിക്കും? അല്ല, പുള്ളിക്ക് മനസ്സിലായില്ല. മനസ്സിലായി. എന്താ മനസ്സിലായത്? പതുക്കെ നൈസായിട്ട് ഇങ്ങനെ. കാമാൻ കൊയറ്റായിരുന്നു, അതിനകത്ത് കൊയറ്റില്ലായിരുന്നു. ബാക്കി എടുത്തോ. കാമായിരുന്നു. ഗുഡ് ജോബ് യു ഗൈസ്, ഗുഡ് ജോബ്. അപ്പൊ അതുകൊണ്ട് പോ എല്ലാവരും. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. യു ഗൈസ് ഹാഡ് ഫൺ. ഓസം. സോ ടാറ്റാ ബൈ ബൈ പറയാൻ സമയമായി. ഗുഡ് നൈറ്റ്.